പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൗരി ശങ്കറിനെ പ്രതി ചേർത്തു. KSRTC ഡ്രൈവറെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ KSRTC ബസ് ഡ്രൈവറെ പ്രതിയാക്കിയായിരുന്നു FIR തയ്യാറാക്കിയത്. ഇത് റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. വിദ്യാർത്ഥികൾ ഈ കാർ വാടകയ്ക്ക് എടുത്തത് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ടവേര വാഹനം ഓടിച്ച ഗൗരി ശങ്കറിന് ലൈസൻസ് നേടി 5 മാസം മാത്രമാണ് ഡ്രൈവിംഗ് പരിചയമുള്ളത്. വാഹനം തെന്നിയപ്പോൾ നിയന്ത്രണത്തിലാക്കാൻ ഇയാൾക്ക് സാധിച്ചിരുന്നില്ല. അപകടത്തിന് തൊട്ടു മുമ്പ് KSRTCയെ മറികടക്കാനെത്തിയ കാറിന്റെ വെളിച്ചത്തിൽ ഗൗരി ശങ്കറിന്റെ കാഴ്ച മറഞ്ഞിരിക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. വാഹനത്തിന് 14 വർഷം പഴക്കമുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളായ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ഇല്ലാത്തതിനാൽ വാഹനം ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ടത് തീവ്രത കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ സാങ്കേതിക പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. തൃപ്പൂണിത്തറ കണ്ണൻകുളങ്ങര സ്വദേശിയായ ഗൗരി ശങ്കർ പരുക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ അതീവ ഗുരുതരാവസ്ഥയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 പേരിൽ എടത്തോ സ്വദേശി ആൽവിൻ ജോർജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കുകളില്ലെങ്കിലും കടുത്ത മാനസികാഘാതം നേരിട്ട തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡസ്റ്റൻ കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 5 MBBS 1ാം വർഷ വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചിരുന്നത്. അപകടം നടക്കുമ്പോൾ വാഹനത്തിൽ കാറിൽ 11 പേരാണ് ഉണ്ടായിരുന്നത്. 7 പേർ യാത്ര ചെയ്യേണ്ട ടവേര വാഹനത്തിൽ 11 പേർ യാത്ര ചെയ്തത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. മഴ മൂലമുണ്ടായ റോഡിലെ വെള്ളത്തിന്റെ സാന്നിധ്യവും വെള്ളക്കുറവും അപകടത്തിന് കാരണമായിരുന്നു. വാഹന ഉടമ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്നും 1000 രൂപ വാടകയായി വാങ്ങിയതായിട്ടും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. വാഹനാപകടത്തിലേക്ക് നയിച്ചത് പ്രതികൂല കാലാവസ്ഥയും ഡ്രൈവിംഗിലെ പരിചയക്കുറവുമാണെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ. കനത്ത മഴയും വാഹനം ഓടിച്ച ആളുടെ പരിചയക്കുറവും ഓവർലോഡും വാഹനത്തിന്റെ കാലപ്പഴക്കവുമാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നുണ്ട്. സംഭവത്തിൽ ആദ്യം KSRTC ഡ്രൈവറെ പ്രതിയാക്കിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനാണ് KSRTC ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ആദ്യ വിവരപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത് എന്ന് പോലീസ് വിശദീകരിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഇതിൽ മാറ്റം വന്നു എന്നും പോലീസ് അറിയിച്ചിരുന്നു. അതേസമയം ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ വാഹന ഉടമ ഷാമിൽ ഖാനെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വാഹനം നൽകിയത് വാടകയ്ക്കാണെന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഉണ്ടാകുന്നതും. വാടകയായ 1000 രൂപ വിദ്യാർത്ഥിയായ ഗൗരി ശങ്കർ വാഹന ഉടമ ഷാമിൽ ഖാന് ഗൂഗിൾ പേ ചെയ്ത് നൽകിയതായിട്ടും വ്യക്തമായിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ബാങ്കിൽ നിന്ന് പണമിടപാട് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വാടക വാങ്ങിയല്ല കാർ നൽകിയതെന്നായിരുന്നു ഷാമിൽ ഖാന്റെ ആദ്യ മൊഴി. വാഹന ഉടമ ഷാമിൽ ഖാന്റെ ക്യാബ് ലൈസൻസ് ഇല്ല എന്നും വാഹനത്തിന്റെ RC ബുക്ക് ക്യാൻസൽ ചെയ്യുമെന്നും ആലപ്പുഴ RTO അറിയിച്ചു. ഷാമിൽ ഖാന്റെ മറ്റു വാഹനങ്ങളുടെ വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചു. വാഹനത്തിന് എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നിയെന്ന് വാഹനം ഓടിച്ച ഗൗരി ശങ്കർ മൊഴി നൽകിയിരുന്നു. അതിനിടെ വിദ്യാർത്ഥികൾ വണ്ടാനത്തെ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 500 രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം കാത്തുനിന്ന് സുഹൃത്തുക്കളെ കയറ്റാൻ ഇവർ പോയിരുന്നത്. ഇതിനിടയിലാണ് അപകടമുണ്ടാകുന്നത്.